രണ്ട് ചെറിയ കൈകൾ കണ്ടെന്ന് പ്രതി വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതിയമ്മ തന്നോട് പറഞ്ഞുവെന്ന് പള്ളി വികാരി സെബാസ്റ്റ്യൻ മൈക്കിൾ 24-നോട് പറഞ്ഞു. ഇക്കാര്യം താൻ വെള്ളറട പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും പള്ളി വികാരി പറഞ്ഞു. മൃതദേഹം കണ്ട കാര്യം പേടി മൂലം ഒരു ദിവസം മറച്ചുവെക്കേണ്ടി വന്നുവെന്ന് സരസ്വതിയമ്മയും പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണങ്ങൾ കാണാം. കട്ടിലിൻ്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ ചെറിയ ഒരു ചാക്കല്ല, ഒരു പുതപ്പു മൊത്തം ഇത്ര പൊക്കമുണ്ട്, കൈ മാത്രം കൊണ്ട്. ഇത് കണ്ടേനാ സാർ, വെളിക്ക് ഞാനും എൻ്റെ ചെറുമോൾ അറിഞ്ഞതല്ലാതെ ആരൊത്തും പറഞ്ഞില്ല. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി. പള്ളിക്കാരത്ത് പറഞ്ഞ ഭാഷയിലാണ് ഞാൻ അവിടെ ഒരു ചാക്ക് കെട്ട് ഇവർ രാത്രിയിൽ അവിടെ കൊണ്ട് വയ്ക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ പോയി തുറന്നു നോക്കിയപ്പോഴാണ് 2 കൈകളാണ് കണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ 2 പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെ അടുത്ത് വിളിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CAനെ വിളിച്ച് വന്ന ഉടനെ തന്നെ അവർ ഓഫീസിൻ്റെ അകത്ത് വന്നു. പിന്നീട് അമ്മാമ്മയുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു മോളും കൂടെ ഇതിനൊരു സാക്ഷിയാണ്, അവളും കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മോളിനെയും വിളിച്ചു, കാര്യങ്ങളെല്ലാം തിരക്കി കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം അവർ 2 പേരും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അതേസമയം പ്രതി വിനോദുമായി പ്രിയംവദയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ പ്രിയംവദയുടെ മക്കൾ തള്ളി. അവർ പറഞ്ഞതുകൂടി കേൾക്കാം. പിന്നെ ന്യൂസിലൊക്കെ പറഞ്ഞു വരുന്നത് അമ്മയും അവനുമായിട്ട് ഭയങ്കര ബന്ധമുള്ളത് കാര്യമായിട്ട് അതൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു കേസ് ഉണ്ടായിരുന്നു. അമ്മായി ആണെങ്കിൽ അമ്മയെ വല്ലാണ്ട് അവനെ വെച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടമായിട്ട് നമ്മളടുത്ത് വന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. അങ്ങനെ പണ ഇടപാട് ഒരു പൈസ അമ്മ ആർക്കും കൊടുക്കാറില്ല. നമുക്ക് പോലും അങ്ങനെ തരൂല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ. ഇങ്ങനെ അപവാദം ദയവേത് പറഞ്ഞു വരുത്തരുത്. അമ്മയ്ക്ക് അവൻ്റെ പേര് പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യൂലെങ്കിൽ നേരത്തെ ചെയ്യുമായിരുന്നു, തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയല്ല. ഈ സത്യം തെളിയണം. ഞങ്ങൾ അവൾ എന്നെ വെറുതെ വിടൂല. അയൺ ഇവിടെ നിന്നേൽ ചക്ക വിടുന്നേൽ അമ്മ ഒരു ദിവസം വഴക്കുറഞ്ഞെന്ന്. അപ്പോൾ അവൻ പറഞ്ഞെന്ന് ഇവിടെ കൂടെ വഴി നടക്കാൻ നിന്നെ സമ്മതിക്കൂലെന്ന് പറഞ്ഞെന്ന്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മൃതദേഹം ആദ്യം കണ്ട ആളുകളുടെ പ്രതികരണം, ഒപ്പം തന്നെ മക്കൾ ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇതിൽ പോലീസിന്റെ തുടരന്വേഷണം എങ്ങനെയാണ്? കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അനുജ, പനച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിൽ വളരെ നിർണായകമായ ചില മൊഴികൾ നൽകിയവരുടെയും ചില വിവരങ്ങൾ നൽകിയവരുടെയും പ്രതികരണങ്ങളാണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. അതിൽ ഈ മൃതദേഹം ആദ്യം കണ്ട, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ആദ്യം കണ്ട ഇതേ പ്രതിയുടെ തന്നെ ഭാര്യാമാതാവിൻ്റെ പ്രതികരണം, ഒപ്പം കൊല്ലപ്പെട്ട പ്രിയംവദയുടെ 2 മക്കളുടെയും പ്രതികരണം, ഒപ്പം ഇതാദ്യമായി പോലീസിൽ അറിയിച്ച പനച്ചമൂട് പള്ളി വികാരിയുടെ പ്രതികരണം. അങ്ങനെ 4 പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ 4 പ്രതികരണങ്ങളും ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ കേസിൽ 2 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ അവരെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യില്ല. അതിലൊന്ന് ഈ കൊലപ്പെടുത്തിയ വിനോദ് തന്നെയാണ്. വിനോദ് കൊലപാതകം സമ്മതിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച വിനോദിന്റെ സഹോദരൻ സന്തോഷാണ് ഒപ്പം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഈ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിന് ശേഷമായി കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെയുള്ളത് വ്യക്തമാവുകയുള്ളൂ. കാരണം ഈ പറയുന്ന സാമ്പത്തിക ഇടപാട് തന്നെയാണോ കാരണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ട്. കാരണം നമുക്കിപ്പോൾ ലഭിച്ച പ്രതികരണങ്ങൾ പ്രകാരം മക്കൾ പറയുന്നത്, കൊല്ലപ്പെട്ട പ്രിയംവദയുടെ മക്കൾ പറയുന്നത് ആ നിലയിലൊരു ബന്ധവും ഇവർ ഈ വിനോദും ഒപ്പം തന്നെ പ്രിയംവദയും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി പോലുമുള്ള ഇടപാടുണ്ടായിരുന്നില്ല. പേര് പോലും ആ നിലയിൽ പ്രിയംവദയ്ക്ക് അറിയുമായിരുന്നില്ല എന്ന് ഒരു മകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെയാണോ കൊലപാതക കാരണമെന്ന് സംശയമുണ്ട്. മാത്രമല്ല അതിലൊരു നിർണായകമായ ഒരു കാര്യം കൂടി പറയുന്നത്, അമ്മയുടെ കഴുത്തിൽ 3 പവനിലധികം സ്വർണ്ണമുണ്ടായിരുന്നു. അത് കാണാനില്ല എന്നുകൂടി പറയുന്നു. മാത്രമല്ല ഈ വിനോദിന്റെ ഭാര്യാമാതാവിന്റെ പ്രതികരണവും നിർണായകമാണ്. 15 വർഷമായി ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വിനോദ് കാണിക്കാറുണ്ട് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അനുജ, You are watching 24 from News Headquarters, Kochi.